കരുതലിന്റെ സ്നേഹസ്പർശം AKG മെമ്മോറിയൽ കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ, കണ്ണൂർ. റോഡ് തകർന്ന ചെളിക്കുളമായതോടെ ചാവശ്ശേരി കായലൂർ റോഡിലൂടെയുള്ള യാത്ര ദുഷ്കരമായി. റോഡ് പൊട്ടിപ്പൊളിഞ്ഞതും കുടിവെള്ള വിതരണ പദ്ധതിയുടെ പൈപ്പിടാൻ കുഴിയെടുത്തതുമാണ് റോഡുകൾ തകരാൻ ഇടയായത്. മഴക്കാലത്ത് റോഡ് ചെളിക്കുളമായതോടെ യാത്ര ദുഷ്കരമായി. ഇരിട്ടി നഗരസഭയിലെ ചാവശ്ശേരി പഴയ പോസ്റ്റ് ഓഫീസ് മുതൽ കായലൂർ വരെയുള്ള റോഡ് തകർന്നു കിടക്കുന്നതിനാൽ കാൽനടയാത്ര പോലും സാധ്യമല്ലാതായി. കുഴിയിൽ ഇറങ്ങിയും കയറിയുമുള്ള യാത്രയിൽ യാത്രക്കാരും ഡ്രൈവർമാരും ദുരിതം അനുഭവിക്കുകയാണ്. ഇതുപോലെയുള്ള റോഡുകൾ നിരവധിയാണ്. പൈപ്പിടാൻ കുഴിയെടുത്ത റോഡുകളിൽ അറ്റകുറ്റപ്പണി നടത്താതെ വന്നതോടെ മിക്ക റോഡുകളും ചെളി നിറഞ്ഞ് ഗതാഗതം ദുഷ്കരമായിട്ടുണ്ട്. ഏതാനും റോഡുകളിൽ മാത്രമാണ് ടാറിങ്ങും മറ്റും നടത്തിയത്. മഴ ശക്തമാകുന്നതോടെ പ്രാദേശിക റോഡുകൾ വഴിയുള്ള യാത്ര കൂടുതൽ ദുഷ്കരമാകും. കുഴിയെടുത്ത മണ്ണ് മഴയിൽ റോഡിലേക്ക് ഇറങ്ങിയാണ് പല റോഡുകളും ചെളിക്കുളമായത്. നൂറുകണക്കിന് വാഹനം പോകുന്ന റോഡായിരുന്നു. ഒരു മഴ പെയ്ത് കഴിഞ്ഞാൽ വണ്ടി സൈഡ് കൊടുക്കാൻ കഴിയില്ല, വയലിലേക്ക് മറിയുക വണ്ടി. ആ ഒരു രീതിയിലാണ് റോഡിൻ്റെ അവസ്ഥ. ഒരു വണ്ടി മുന്നായിക്ക് പോകാൻ കഴിയില്ല, നടന്നു പോകാൻ പറ്റാത്തൊരവസ്ഥ ഈ റോഡിനുള്ള. മൊത്തം ചളിയും കുണ്ടും വെള്ളം. നമ്മളീ ഇപ്പോൾ ഈ കായലൂർ ഒരു അനുഭവത്തേക്ക് നമുക്ക് പോകാൻ കഴിയില്ല. ഈ റോഡിന് ചവിട്ടി ഓടിയിട്ട് ഒരു കാര്യമില്ല. ആഴ്ചക്ക് 1000-2000 വർഷമൊക്കെ കൊടുക്കണം, നടുവേനെ ബാക്കിയുണ്ട്. ആരോടെ നമ്മൾ പോയി പറയേണ്ടത്? ഇതിന് ഒരു പരിഹാരം എന്തെങ്കിലും കാണിച്ചു തരുവാ. നമ്മൾ പല പ്രാവശ്യമായിട്ട് മുനിസിപ്പാലിറ്റിയിലെ അവരോടും മെമ്പർമാരോടൊക്കെ പറയുന്ന ഇതാണ്. ആദ്യത്തെ ഇതിൽ ഇപ്പം കഴിഞ്ഞ 5 വർഷം മുമ്പ് വെച്ചാൽ 2 വാർഡായിരുന്നു. അത് വെച്ചാൽ ഒരു 25-ാം വാർഡ് കവട്ടി വാർഡും പിന്നെ ഈ 19-ാം മൈലിലെ വാർഡുമായിട്ടുള്ളത്. അപ്പോൾ രണ്ടാളും കൂടി സഹകരണം ഇല്ലാതെ കൊണ്ട് അന്ന് ഇതിൻ്റെ കുറേ ഇതായിട്ട് വന്നേ. പിന്നെ അതിനുശേഷം വെള്ളപ്പൊക്കം സ്ഥിതിയിൽ വെച്ചിട്ട് ഈ റോഡിൻ്റെ പണി നടത്തിയതിനും ആ പണി നടക്കുമ്പോൾ തന്നെ നമ്മൾ ഇവിടെ കാര്യമായിട്ട് കോൺട്രാക്ടർമാരോടൊക്കെ സംസാരിച്ചാണ് നല്ല വൃത്തിക്ക് ചെയ്യണമെന്നില്ല. അതും കൂടി ചെയ്തിട്ടില്ല. ഇപ്പോൾ ഈ മഴക്കാലം വരുമ്പോൾ നമ്മൾ എത്രയോ വിദ്യാർത്ഥികളിലെ കൂടി കായലൂരിൽ നിന്ന് ഗാർഹിക സ്കൂളിലേക്കും അതുപോലെ മദ്രസ സ്കൂളിലേക്കുള്ള പോകുന്നതാണ്. അത് നടന്നു പോകാൻ ഇപ്പോൾ അതിന് കണക്കായിട്ട് ഇപ്പോൾ ജലപദ്ധതിൻ്റെ പൈപ്പും കൂടി ഇട്ടേരോ യാത്രകൾ വല്ലാതെ ബുദ്ധിമുട്ടായിട്ടല്ലേ. ലക്ഷങ്ങൾ ചെലവഴിച്ച് കോൺക്രീറ്റ് പ്രവൃത്തി നടത്തിയ റോഡുകൾ ഉൾപ്പെടെയാണ് പൈപ്പിടാനായി വെട്ടിപ്പൊളിച്ചത്. മട്ടന്നൂർ, ഇരിട്ടി നഗരസഭകളിലെ കുടിവെള്ളക്ഷാമത്തിന് പരിഹാരം കാണാനാണ് 230 കോടി രൂപ ചെലവിൽ പദ്ധതി നടപ്പാക്കുന്നത്. മട്ടന്നൂരിലെ 13,240 വീടുകളിൽ പദ്ധതി വഴി കുടിവെള്ളം എത്തിക്കാനാണ് ലക്ഷ്യമിടുന്നത്. ആകെ 326 കിലോമീറ്ററാണ് നഗരസഭയിൽ പൈപ്പ് ലൈൻ സ്ഥാപിക്കേണ്ടത്. ഈ വർഷം ആദ്യം പ്രവൃത്തി പൂർത്തിയാക്കാനാണ് ലക്ഷ്യമിട്ടതെങ്കിലും പൈപ്പിന്റെ ലഭ്യതക്കുറവ് ഉൾപ്പെടെ ബാധിച്ചിരുന്നു. റോഡുകൾ വെട്ടിപ്പൊളിക്കുകയും ഗതാഗതയോഗ്യമാക്കാതിരിക്കുകയും ചെയ്യുന്നതിനെതിരെ ജനപ്രതിനിധികൾ ഉൾപ്പെടെ പ്രതിഷേധവുമായി രംഗത്തെത്തിയിരുന്നു. ഇരിട്ടി നഗരസഭയിലെ UDF കൗൺസിലർമാർ പ്രതിഷേധവുമായി മട്ടന്നൂർ ജല അതോറിറ്റി ഓഫീസിലെത്തി. നഗരസഭാ ചെയർമാന്റെ നേതൃത്വത്തിൽ 19-ാം മൈൽ റോഡിൽ പൈപ്പിടുന്ന പ്രവൃത്തി തടയുകയും ചെയ്തിരുന്നു. തൊഴിലാളികളുടെ ക്ഷാമവും ടാറിന്റെ വില ഉയർന്നതുമാണ് പ്രവൃത്തിക്ക് തടസ്സമായി അധികൃതർ പറയുന്നത്. മറുനാടൻ തൊഴിലാളികളാണ് കൂടുതലായും ഇതുമായി ബന്ധപ്പെട്ട പ്രവൃത്തിയിൽ ഏർപ്പെട്ടിരുന്നത്. തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യുന്നതിനായി നാട്ടിലേക്ക് മടങ്ങിയ തൊഴിലാളികൾ മടങ്ങിയെത്താത്തത് പ്രവൃത്തിയെ ബാധിച്ചു. ന്യൂസ് ബ്യൂറോ, മട്ടന്നൂർ. മധുരാഗ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മധുരാഗ് ബിൽഡിംഗ്, കണ്ണൂർ റോഡ്, ചകരകൽ.